ഓക്കെ, അപ്പം തന്നെ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ, ആറാമത്തെ ചാപ്റ്റർ, ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്നുള്ള ചാപ്റ്ററാണ്. ചില ആളുകൾക്ക് കുറച്ച് ടഫാണ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ, പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നോക്കാം. അപ്പോൾ നിങ്ങളിതിൽ പഠിച്ച് വെക്കേണ്ട ഒരു 3-4 സാധനങ്ങളുണ്ട്. ഒന്നൊരു 4 ടൈപ്സ് ഓഫ് എറർ ഉണ്ട്. 4 ടൈപ്സ് ഓഫ് എറർ. അതിലൊന്ന് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. പിന്നൊന്ന് കമ്മീഷന്, പിന്നൊന്ന് ഒമിഷന്, പിന്നൊന്ന് കോമ്പൻസേറ്റിംഗ്. ഇങ്ങനൊരു 4 ടൈപ്പ് എറർ ഉണ്ട്. ആ 4 ടൈപ്പ് എറർ എന്താണെന്ന് പഠിച്ചാൽ ഏറെക്കുറെ ഈ സാധനം പിന്നെ കിട്ടും. അപ്പോൾ ഈ 4 ടൈപ്പ് എറർ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഒരു കോമ്പൻസേറ്റിംഗ് എററിനെ കുറിച്ച് പറയാം. കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റിനെ വേറൊരു തെറ്റുകൊണ്ട് എന്തായി പോവും, പരിഹരിച്ചു പോവും. ഒരു തെറ്റ് വേറൊരു തെറ്റുകൊണ്ട് പരിഹരിച്ച് പോവുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ഒരാൾക്ക് 1000 കൊടുക്കാണ്ട്, അങ്ങനെ എന്താക്കി, ഞാൻ അയാൾക്ക് 1000 കൊടുത്തു. പക്ഷെ ഞാൻ രേഖപ്പെടുത്തിയത് 1100 എന്നാണ്, അല്ലെങ്കിൽ 1100 എന്നാണ് രേഖപ്പെടുത്തത്. 1000 കൊടുത്തതിൽ 1100 എന്ന് രേഖപ്പെടുത്തി. അപ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയതിൽ എത്ര കൂടുതലാണ്? 100 കൂടുതലാണ്, അല്ലേ? 100 കൂടുതലാണ്. എന്നാൽ വേറൊരാൾക്ക് ഞാൻ 1000 കൊടുക്കാണ്ട്, അയാൾക്ക് ഞാൻ 1000 കൊടുത്തു, പക്ഷേ രേഖപ്പെടുത്തിയത് 900 എന്നാണ്. അപ്പോൾ ഇവിടെ 100 എന്തായതാണ്, കുറച്ചിട്ടാണ് രേഖപ്പെടുത്തിയത്. മറ്റൊടുത്ത് 100 കൂട്ടിയിട്ടും രേഖപ്പെടുത്തി, ഇവിടെ 100 കുറച്ചിട്ട് രേഖപ്പെടുത്തി. അപ്പോൾ അത് കോമ്പൻസേറ്റിംഗ് ആയില്ലേ? ഒരു തെറ്റിനെ വേറെ തെറ്റുകൊണ്ട് എന്തായി പോവും, പരിഹരിച്ച് പോകുന്നതിനാണ്. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ പരിഹാരം കാണാമെന്നല്ലേ. അപ്പോൾ ഒരു തെറ്റിനെ വേറെ തെറ്റുകൊണ്ട് പരിഹരിച്ച് പോകുന്നതിനാണ് നമ്മൾ കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയാം. ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്ത സാധനം ഒമിഷനാണ്. ഒമിഷൻ എന്ന് പറഞ്ഞ സാധനം, ഒമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിട്ടുപോവുക എന്നാണ് അർത്ഥം. എഴുതാൻ വിട്ടുപോവുക, റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോവുക. അത് ചിലപ്പം ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് വിട്ടുപോവുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയാം, പർച്ചേസ് ഓഫ് മെഷീനറി വാങ്ങി, അത് കംപ്ലീറ്റ് വിട്ടുപോയി എന്ന് പറഞ്ഞാൽ മെഷീനറിയിലും അത് രേഖപ്പെടുത്തിയിട്ടില്ല, ക്യാഷ് ബുക്കിലും അത് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ്. എന്നാൽ പാർഷ്യലി വിട്ടുപോലെ അങ്ങനെ ഒരു ഭാഗം മാത്രം രേഖപ്പെടുത്തി, മെഷീനറിയിൽ മാത്രം രേഖപ്പെടുത്തി, ക്യാഷ് ബുക്ക് രേഖപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, ഇതാണ് പാർഷ്യലി ഒമിഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒമിഷൻ എന്ന് പറഞ്ഞാൽ വിട്ടുപോവുക. ഈ ഒമിഷൻ എന്നുള്ള തെറ്റിനെ കണ്ടുപിടിക്കാനൊരു ട്രിക്ക് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ നോട്ട് എൻഡേഡ്, അതല്ലെങ്കിൽ നോട്ട് റെക്കോർഡ്. ഇങ്ങനെ കാണുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട, അതെന്തായിരിക്കും, ഒമിഷൻ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സാധനം എന്നാണ് ഈ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഓക്കെ, അതായത് ഡെബിറ്റ് ചെയ്യേണ്ട ക്രെഡിറ്റ് ചെയ്യുക. 1000 എഴുതേണ്ട അടുത്ത് 10000 എഴുതുക, 20000 എഴുതേണ്ട അടുത്ത് 5000 എഴുതുക. ബാലൻസിങ്ങിൽ തെറ്റ്, ടോട്ടലിങ്ങിൽ തെറ്റ്, സാധനങ്ങൾ എന്താകുക, സൈഡ് മാറിപ്പോവുക. ഇങ്ങനത്തെ എല്ലാ സാധനവും നമ്മൾ കമ്മീഷനിലാണ് പറയുക. ഓക്കെ, ഇനി അടുത്തതാണെന്ത്, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അത് അക്കൗണ്ട് മാത്രമേ മാറുള്ളൂ, ഡെബിറ്റും ക്രെഡിറ്റ് എന്തായിട്ടുണ്ടാവില്ല, മാറിയിട്ടുണ്ടാവില്ല. കണക്കുകളും തെറ്റില്ല. കണക്കുകൾ തെറ്റാതെ അക്കൗണ്ടിങ് മാറിപ്പോവുക. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, ഞാൻ എന്താക്കാണ്ട് റഹ്മാൻ ഒരു 1000 കൊടുക്കാണ്ട്, റഹ്മാൻ 1000 കൊടുക്കാനുള്ളത് ഞാൻ രേഖപ്പെടുത്തിയത് റഷീദിൻ്റെയിലാണ് എന്താക്കിയത്, 1000 രേഖപ്പെടുത്തിയത്. കണ്ടോ? അപ്പോൾ രണ്ടും കൊടുക്കാനുള്ളതാണ്. ഓക്കെ, രണ്ടും ക്രെഡിറ്റ് ഭാഗത്താണ്. പക്ഷേ റഹ്മാൻ എന്നുള്ള എന്തായിപ്പോയി, റഷീദായിപ്പോയി. ക്ലിയർ ആണോ? ഇനി അതല്ലെങ്കിൽ നമ്മൾ പറയുകയാണ്, വേജസ് അക്കൗണ്ടിൽ ചേർക്കേണ്ട ഒരു 1000 നമ്മൾ എവിടെ ചേർത്ത് പോയി, മെഷീനറിയിൽ ചേർത്ത് പോയി. വേജസ് എന്നുള്ളതും ഡെബിറ്റ് ഭാഗത്താണ്, മെഷീനറി എന്നുള്ളത്. കാരണം ഇത് വേജസ് എന്താണ്, എക്സ്പെൻസ് കൊണ്ട് ഡെബിറ്റ് ഭാഗത്താണ്, ഇത് അസറ്റ് കൊണ്ട് എന്താണ്, ഡെബിറ്റ് ഭാഗത്താണ്. രണ്ടും ഡെബിറ്റ് ഭാഗത്താണ്. അക്കൗണ്ട് മാത്രമേ എന്തായിട്ടുള്ളൂ, മാറിയിട്ടുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന തെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ നിന്നുണ്ടാവുക കാര്യമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ പറയുന്നത് ജേണൽ എൻട്രി എഴുതാനായിരിക്കും. അത് നമ്മൾ ക്വസ്റ്റ്യൻ്റെ ആ സമയത്ത് തന്നെ പറയാം. പിന്നെ അവിടെ പഠിച്ചിരിക്കേണ്ട വേറെ സാധനം ചിലപ്പോൾ നിങ്ങളോട് പറയുന്നത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറയും. ട്രയൽ ബാലൻസ് തെറ്റിച്ചാട്ടൊക്കെ തരും. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഡെബിറ്റർ ക്രെഡിറ്റർ ഇങ്ങനെ 2 സാധനം ഉണ്ടാവും. 2 സാധനം ഉണ്ടാകുന്ന സമയത്ത് ഡെബിറ്റിൽ എന്താ എഴുതേണ്ടത്, ക്രെഡിറ്റിൽ എന്താ എഴുതേണ്ടത്, ഈ ഒരു സംശയം ഒന്നും വേണ്ട. ഡെബിറ്റിൽ നിങ്ങൾ കംപ്ലീറ്റ് അസറ്റും എക്സ്പെൻസും മാത്രമേ നിങ്ങൾ ഡെബിറ്റിൽ എഴുതാൻ പാടുള്ളൂ. ഓക്കെ,
ഇങ്കും അതുപോലെ തന്നെ ലയബിലിറ്റി, ഈ രണ്ട് സാധനങ്ങൾ ക്രെഡിറ്റിൽ എഴുതേണ്ടത്. ഇത് മാത്രം എഴുതിയാൽ തന്നെ എന്താവുന്നോ അത് റെഡി ആയിരിക്കും. ഇതിനൊരു കാര്യം കൂടെ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രണ്ട് സാധനം എഴുതി കഴിഞ്ഞാൽ എന്താവുന്നാണ് പറഞ്ഞത്, നമ്മളെ ഈ രണ്ട് സൈഡും എന്തായിരിക്കും തുല്യമായിരിക്കും. ഡെബിറ്റ് ഭാഗം ക്രെഡിറ്റ് ഭാഗം തുല്യമായിരിക്കും. അതാണ് അസറ്റ് സമം ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. രണ്ട് ഭാഗവും തുല്യമായിരിക്കും. ഇനി അഥവാ തുല്യ അല്ല എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക? അല്ലെങ്കിൽ നമ്മൾ കുറേ നോക്കിയിട്ട് കിട്ടുന്നില്ല, എവിടെ തെറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിൽ നമുക്ക് ഇവിടെ മൊത്തം കൂട്ടിയപ്പോൾ ഒരു 10,000 കിട്ടി. എന്നാൽ ഇവിടെ മൊത്തം കൂട്ടിയപ്പോൾ എത്ര കിട്ടിയിട്ടുള്ളൂ? 9,000 കൂട്ടിയിട്ടുള്ളൂ. ഇത് രണ്ട് സൈഡും തുല്യമാവണ്ടേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു 1000 ഇവിടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ രണ്ട് സൈഡും തുല്യമായില്ലേ? ഈ സൈഡും 10,000, ഈ സൈഡും 10,000. അപ്പോൾ ചിലപ്പോൾ അവിടെ ഒരു ചോദ്യം ഉണ്ടാവും. ടെമ്പററിലി, അതായത് താൽക്കാലികമായിട്ട് നമ്മൾ ട്രയൽ ബാലൻസ് തുറക്കുന്ന അക്കൗണ്ടിൻ്റെ പേരെന്താണ്? ആ അക്കൗണ്ടിൻ്റെ പേരാണെന്ത്? സസ്പെൻസ് അക്കൗണ്ട്. മറക്കരുത്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നിങ്ങൾ ഇവിടെ പഠിക്കേണ്ട വേറെ സാധനം എന്ന് പറഞ്ഞത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രയൽ ബാലൻസ് ആണ്. ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത്. ഓക്കെ. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ചോദ്യം എന്തായാലും അങ്ങനത്തെ ഒരു ചോദ്യം എന്തായാലും വരും. ട്രയൽ ബാലൻസിൻ്റെ ലക്ഷ്യത്തെ ചോദിച്ചിട്ട്. കാണുന്നില്ല. ഓക്കെ. ആ ട്രയൽ ബാലൻസിൻ്റെ 3 ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു. ഒന്ന് അവിടെ എഴുതി വെച്ചോ. ഒന്ന്, അസർട്ടൈൻ ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്. വെച്ചാൽ ലെഡ്ജർ അക്കൗണ്ടൊക്കെ ചെയ്തത് കൃത്യമാണെങ്കിൽ ട്രയൽ ബാലൻസ് എന്താവും? സെറ്റ് ആവുന്നതാണ്. അതായത് ക്രെഡിറ്റും ഡെബിറ്റും തുല്യമായിരിക്കും എന്നാണ് പറയണത്. അപ്പം അസർട്ടൈൻ ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്. ലെഡ്ജർ അക്കൗണ്ടിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് ലൊക്കേറ്റിംഗ് എറേഴ്സ്. പിന്നെ ട്രയൽ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ. ഓക്കെ. അപ്പോൾ ലൊക്കേറ്റിംഗ് എറർ എവിടെയെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ, കണ്ടുപിടിക്കാൻ എന്താവും നമുക്ക് ട്രയൽ ബാലൻസ് സഹായിക്കും. മൂന്നാമത്തത് ഹെൽപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്. അതായത് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഈ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഈ 3 ഒബ്ജക്റ്റീവ്സ് എന്തായാലും പഠിച്ചു വെച്ചോ. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ എന്താവുകയാണ്? ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം, റെൻറ്റ് ഈസ് പെയ്ഡ് 4,500 വാസ് എൻറ്റേഡ് ഇൻ ക്യാഷ് ബുക്ക് RS 400. ദിസ് ഈസ് ആൻ എറർ ഓഫ്. നമ്മൾ പറഞ്ഞു ബാലൻസിങ്ങിൽ തെറ്റ്, ഇങ്ങനത്തെ എമൗണ്ട് മാറിപ്പോവുക, ഈ സംഭവങ്ങളൊക്കെ ഏതിലാണ് പെടുക? കമ്മീഷനാണ്. ഓക്കെ. 4,500 എന്നുള്ളത് 4,000 എഴുതി. അപ്പോൾ അതെന്താണ്? കമ്മീഷനാണ്. അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ടു ടെസ്റ്റ് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. ഓക്കെ. അതായത് അരിത്തമാറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ? ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൻ്റെ ഉദ്ദേശത്തിൽ എന്താ പറഞ്ഞത്? അരിത്തമാറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യുക എന്നുള്ളത്. അടുത്ത ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ടു. ട്രയൽ ബാലൻസ് എന്തിനാണ് തയ്യാറാക്കുന്നത്? ഒന്ന് അരിത്തമാറ്റിക്കൽ ആക്യുറസി നോക്കാൻ, എറർ തെറ്റ് ചെയ്യാൻ, ലൊക്കേറ്റ് ചെയ്യാൻ, പിന്നെ ഫൈനൽ അക്കൗണ്ട് സഹായിക്കാൻ വേണ്ടിയിട്ട്. ഓൾ ഓഫ് ദ അബവ്, മേലെ പറഞ്ഞ എല്ലാം ശരിയാണോ? 4 ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്, 4-മത്തതാണ് ശരി. ആദ്യത്തെ 3 ഓപ്ഷനും ശരിയാണ് എന്നുള്ളതാണ് 4-മത്തെ ശരി. ഓക്കെ. അടുത്ത് ചോദിക്കുന്നത് വിച്ച് അമംഗ് ദ ഫോളോയിങ്സ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ്. ലക്ഷ്യം അല്ലാത്തത് ഏതെന്നാണ് നോക്കുക. ഒന്ന് അരിത്തമാറ്റിക്കൽ ആക്യുറസി, അത് ശരിയാണ്. ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്, അത് ഇതുകൊണ്ടെന്താവില്ല, കിട്ടൂല. ഓക്കെ. ബാക്കി 3 എന്താണ്? എൻ്റെ ലക്ഷ്യത്തിൽ പെട്ടതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എറർ ഓഫ് കമ്മീഷൻ. താഴെ പറയുന്നതിൽ കമ്മീഷൻ ഏതാണ്? കമ്മീഷൻ എന്ന് ഓർമ്മ ഉണ്ടല്ലോ, ബാലൻസിങ്ങിൽ തെറ്റ്, ടോട്ടലിങ്ങിൽ തെറ്റ്, ഡെബിറ്റ് ഡെബിറ്റ് ഈ സാധനങ്ങളൊക്കെ. അപ്പോൾ നോക്കുക, വേജസ് പെയ്ഡ് ഫോർ ഇൻസ്റ്റലേഷൻ ഓഫ് മെഷീനറി ഡെബിറ്റഡ് ടു വേജസ് അക്കൗണ്ട്. ഇത് പ്രിൻസിപ്പിളാണ്, അത് ഞാനൊന്ന് വിശദീകരിച്ച് പറഞ്ഞു കേട്ടോ. പിന്നെ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് നോട്ട് റെക്കോർഡ്. അവിടെ കണ്ടോ, നോട്ട് റെക്കോർഡ്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് ഒമിഷനാണ്. റോങ് ബാലൻസിങ് ഓഫ് ഫർണിച്ചർ അക്കൗണ്ട്. റോങ് ബാലൻസിങ് കണ്ടാൽ തന്നെ എന്താ കൈമെന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം.
ഇതിൽ ഈ പ്രിൻസിപ്പൽ തെറ്റിൽ മെയിനായിട്ട് വരുന്നത് ഒന്നെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എന്താക്കിയെന്നോ സെയിൽ അക്കൗണ്ടിൽ രേഖപ്പെടുത്തി എന്ന് പറയും. എന്ത്? ഒരു മെഷീനറി നമ്മൾ വിറ്റ്, മെഷീനറി ഫിക്സഡ് അസറ്റാണ്. ഫിക്സഡ് അസറ്റ് വിൽക്കുന്ന സമയത്ത് അത് ഫിക്സഡ് അസറ്റിൻ്റെ അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തേണ്ടത്, സെയിൽ അക്കൗണ്ട് രേഖപ്പെടുത്താൻ പാടില്ല. അങ്ങനെ സെയിൽ അക്കൗണ്ട് രേഖപ്പെടുത്തിയാൽ അതെന്താണ്? എറേഴ്സ് ഓഫ് പ്രിൻസിപ്പളാണ്. ഓക്കെ. ഇനി വേറൊരു കാര്യം കൂടെ, നമ്മളൊരു പുതിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ വർക്ക്, ആ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്തുള്ള ജോലിക്കാരെ പൈസ നമ്മൾ രേഖപ്പെടുത്തേണ്ടത് ബിൽഡിംഗ് അക്കൗണ്ടിലാണ്, വേജസ് അക്കൗണ്ടിലല്ല. ഓക്കെ. വേജസ് അക്കൗണ്ട് റിപ്പയറിൻ്റെതൊക്കെയാണ് വേജസ് അക്കൗണ്ട് രേഖപ്പെടുത്തുക. നമ്മൾ പറഞ്ഞില്ലേ അക്വസിഷൻ പ്രൈസ് എന്ന് പറഞ്ഞില്ലേ, ആ ബിൽഡിങ്ങിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ തൊഴിലാളികളും കൂടെ കൂടിയിട്ടുള്ള പൈസയാണ്. നമ്മളൊരു മെഷീനറി വാങ്ങി ഇവിടെ മെഷീനറി ആദ്യമായിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യണം, എന്താക്കി നമ്മൾ 5000 അതിന് ചിലവായി. അത് നമ്മൾ മെഷീനറി അക്കൗണ്ടിലാണ് ചേർക്കുക, വേജസ് അക്കൗണ്ടിലല്ല. ഓക്കെ. അപ്പോൾ ഈ വേജസ് അക്കൗണ്ട് ചേർക്കേണ്ട സാധനം മെഷീനറി അക്കൗണ്ട് ചേർക്കുക, മെഷീനറി അക്കൗണ്ട് ചേർക്കേണ്ട സാധനം വേജസ് അക്കൗണ്ടിൽ ചേർക്കുക. ഫിക്സഡ് അസറ്റിന്മേലുള്ള പണികൾ അതിലേക്കാണ് ചേർക്കുക എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ അത് മാറി ചേർക്കുക. രണ്ടും ഡെബിറ്റ് തന്നെയാണ്. ഒന്ന് അസറ്റ് എന്നുള്ള നിലയ്ക്ക്, ഒന്ന് എക്സ്പെൻസ് എന്നുള്ള നിലയ്ക്ക്, രണ്ടും ഡെബിറ്റ് തന്നെയാണ്. ഡെബിറ്റും ക്രെഡിറ്റും മാറില്ല, പക്ഷേ അക്കൗണ്ട് മാറിപ്പോവും. ഇതിനെ നമ്മൾ എന്താണ് പറയുക? ഈ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്നാണ് പറയാം. ഇതെപ്പോഴും വരുന്നൊരു സാധനം കേട്ടോ. അടുത്ത ചോദ്യം, അവിടെ കണ്ടങ്ങൾ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ക്രെഡിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയെന്നാണ് പറയാം. അല്ല, അത് എന്താക്കണം? ആ ഫിക്സഡ് അസറ്റ് തന്നെ എന്താക്കണം? അത് രേഖപ്പെടുത്തണം. അടുത്ത ചോദ്യം, നെയിം ഓഫ് ദ അക്കൗണ്ട്. ഒരു അക്കൗണ്ടിൻ്റെ പേര് തന്നെ വിച്ച് ഇസ് ടെമ്പററിലി ഓപ്പൺഡ്. കണ്ടോ, ടെമ്പററിലി ഓപ്പൺ, താൽക്കാലികമായിട്ട് തുറക്കുന്നത്. എന്തിനു വേണ്ടി? അഗ്രി ദ ട്രയൽ ബാലൻസ്. ആർട്ടിഫിഷ്യലി കൃത്രിമമായിട്ട് നമ്മൾ എന്താക്കുകയാണ്? അതിനങ്ങോട്ട് സെറ്റാക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ തുറക്കുന്ന അക്കൗണ്ടിൻ്റെ പേരെന്താണ്? ഇവിടെ ടെമ്പററി അക്കൗണ്ട് എന്നുണ്ട്, ഒന്നല്ല, ഒന്ന് സെലക്ട് ചെയ്തത് ഇതാ സസ്പെൻസ് അക്കൗണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി അടുത്ത ചോദ്യം, ദീസ് ടൈപ്സ് ഓഫ് എറേഴ്സ് അഫക്റ്റ് ദ അഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ്, അതായത് ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റിനെയും ക്രെഡിറ്റിനെയും ബാധിക്കുന്ന തെറ്റ് ഏതാണ് ഇതിൽ? എറേഴ്സ് ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ. രണ്ട് സൈഡ് എഴുതാൻ വിട്ടുപോയി. എന്താ സംഭവിക്കുക? ഒരു സൈഡ് മാത്രം വിട്ടുപോയാൽ, ഇപ്പോൾ 10,000 രൂപേൻ്റെ സാധനം വാങ്ങി, അത് ഡെബിറ്റിലും ഒരു 10,000 എഴുതാണ്ടാവും, ക്രെഡിറ്റിലും 10,000 എഴുതാണ്ടാവും. ഒരു ഭാഗത്ത് മാത്രം എഴുതി കഴിഞ്ഞാൽ അത് ട്രയൽ ബാലൻസിനെ ബാധിക്കും. അതേസമയം രണ്ട് ഭാഗം 10,000 എഴുതാൻ വിട്ടുപോയാലോ ബാധിക്കില്ലല്ലോ. അപ്പം ഇതെന്താകുന്നില്ല? ബാധിക്കുന്നില്ല. രണ്ടാമത് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ ബാധിക്കുമോ? ഇല്ല. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അപ്പോൾ അതും ബാധിക്കില്ല. അടുത്ത കോമ്പൻസേറ്റിംഗ് എറർ ബാധിക്കുമോ? ഇല്ല. കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തെറ്റുകൊണ്ട് വേറെ തെറ്റെന്താവും? പരിഹരിച്ചു പോകും. അപ്പോൾ അതും ബാധിക്കില്ല. എറേഴ്സ് ഓഫ് പാർഷ്യൽ ഒമിഷൻ, ഇതാണ് ഇവിടുത്തെ ശരിയെന്ന് പറഞ്ഞത്. ഓക്കെ. അടുത്ത ചോദ്യം, എന്താ? ട്രയൽ ബാലൻസ് ഈസ് ഓക്കെ. ട്രയൽ ബാലൻസ് ഈസ് ഒരു അക്കൗണ്ടാണോ, പ്രിൻസിപ്പൽ ബുക്കാണോ, സബ്സിഡറി ബുക്കാണോ, സ്റ്റേറ്റ്മെൻ്റ് ആണോ? ട്രയൽ ബാലൻസ് എന്താണ്? അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഓക്കെ. അടുത്തത് റോങ് ബാലൻസിങ് അക്കൗണ്ട് ഓഫ്. റോങ് ബാലൻസിങ് അതിമ്പോൾ തന്നെ മനസ്സിലാക്കുക അതെന്താണ്? കമ്മീഷനാണെന്നുള്ളത്. ഓക്കെ. അടുത്ത റൈറ്റ് ആൻഡ് 2 ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിങ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൻ്റെ ലക്ഷ്യം എഴുതാനാണ്, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത്, മിസ്റ്റർ ആനന്ദ് ആൻ അക്കൗണ്ടൻറ്റ് ഓഫ് എ ബിസിനസ്. മൂപ്പര അക്കൗണ്ടൻ്റാണ്. ഐഡൻറ്റിഫൈഡ് ദ ഫോളോയിങ് എറേഴ്സ് ഇൻ ദയർ ബുക്സ് ഓഫ് അക്കൗണ്ട്. താഴെ കാണുന്ന തെറ്റുകൾ മൂപ്പര അക്കൗണ്ടിൽ. അതാണ് നെയിം ദ ടൈപ്പ് ഓഫ് എറർ ഒക്കേർഡ്. അവിടെ സംഭവിച്ച തെറ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ഏതാ തെറ്റെന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്നാൽ അതിന് എത്ര മാർക്കുണ്ട്? 3 മാർക്കുണ്ട്. നോക്കിയോ. പേയ്മെൻറ്റ് ടു സപ്ലയർ ഓഫ് ഗുഡ്സ് RS 30,000 കൊടുക്കേണ്ടടുത്ത് 30,000 എന്താക്കിയത്? റോങ്ങിലി മൂപ്പര് എഴുതി വെച്ചത്. അപ്പോൾ ഏതാ? 30,000 കൊടുക്കണം 3,000 എഴുതി വെച്ചെന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് എറർ കമ്മീഷനാണ്. അടുത്തത്, ക്രെഡിറ്റ് സെയിൽസ് മജീദിന് കടത്തിന് കൊടുത്തത് 25,000 നോട്ട് എൻഡേഡ്. കാണുമ്പോൾ തന്നെ എന്താക്കുക? എഴുതി വെക്കുക. എന്താണ്? ഒമിഷനാണ്. അടുത്തത്, പർച്ചേസ് ഓഫ് മെഷീനറി വാങ്ങിയത് 50,000 പർച്ചേസ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തൽ എന്താണ്? മെഷീനറി ഫിക്സഡ് അസറ്റാണ്, അതുകൊണ്ട് അത് പർച്ചേസ് അക്കൗണ്ട് രേഖപ്പെടുത്താൻ പറ്റില്ല. അത് മെഷീനറി അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ മെഷീനറി അക്കൗണ്ട് തന്നെ എന്താക്കണം? പ്രത്യേകം അത് രേഖപ്പെടുത്തണം. അങ്ങനെ രേഖപ്പെടുത്തണേ മാറിപ്പോയിനെ നമ്മൾ എന്തെന്ന് പറയാം? എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. സിമ്പിളായിട്ട് കിട്ടുന്ന 3 മാർക്ക് കളയരുത് കേട്ടോ. ഓക്കെ. അടുത്തത്, എക്സ്പ്ലെയിൻ ദ ബേസിക് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റീവ്സുകൾ എന്താണെന്നുള്ളത്.
അടുത്ത റെക്ടിഫൈ ദ ഫോളോയിങ് എറേഴ്സ്. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഇതിൽ നിന്ന് എന്തായാലും ഈ ചോദ്യം എന്തായാലും വരും കേട്ടോ, ഉറപ്പാണേ. റെക്ടിഫൈ ദ ഫോളോയിങ് എറർ, തെറ്റുകൾ തിരുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. തെറ്റുകൾ തിരുത്തി എഴുതുക. ഓക്കെ, ചെറിയ ടാസ്ക് ഉണ്ടെന്ന് തോന്നും, പക്ഷേ അങ്ങനെ വലിയ ടാസ്ക് ഒന്നുമില്ല കേട്ടോ. നോക്കാം. 1, വേജസ് പെയ്ഡ് RS 30,000. വേജസ് പെയ്ഡ് RS 30,000 ഫോർ എറക്ഷൻ ഓഫ് മെഷീനറി ഡെബിറ്റഡ് ടു വേജസ് അക്കൗണ്ട്. നമ്മൾ പറഞ്ഞു ഒരു മെഷീനറി ഇറക്റ്റ് ചെയ്യുന്ന സ്ഥാപിക്കുക. ആ സ്ഥാപിക്കുന്ന സമയത്ത് അതിന്മേൽ വരുന്ന ചിലവ് മെഷീനറി അക്കൗണ്ടിലേക്കാണ് രേഖപ്പെടുത്തേണ്ടത്. പക്ഷേ ഇവിടെ രേഖപ്പെടുത്തിയത് എവിടെയാണ്? വേജസ് അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ നോക്കട്ടോ, ഇങ്ങനെയാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. എങ്ങനെയാണ്? വേജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, ഇങ്ങനെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വേജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ശരിക്കും അങ്ങനെയല്ല വേണ്ടത്. രേഖപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്? മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, ഇങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത്. ഓക്കെ, അപ്പം ഇതാണ് കറക്റ്റ് ആൻസർ. ഇതാണ് ഇത് റോങ്. അവർ ചെയ്തെന്തായി പോയതാണ്? റോങ് ആയത്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്കിത് എന്താക്കണം? റെക്ടിഫൈ ചെയ്യണം. റെക്ടിഫൈ എന്ന് പറഞ്ഞാൽ എന്താക്കണം? നമ്മളിത് ക്ലിയർ ആക്കിയിട്ട് എഴുതണം. അതെങ്ങനെയാണെന്നറിയോ? ഇപ്പം ഇവിടെ ഇതാണ് അവർ ചെയ്തു വെച്ചത് അല്ലേ? ഈ ചെയ്തതിൽ എന്തുണ്ട്? വേജസ് അക്കൗണ്ട് വെറുതെ എന്താണ്? ഡെബിറ്റ് ആയതാണ്. അങ്ങനെ വേജസ് അക്കൗണ്ടിലേക്ക് അത്രയും പൈസ ഇവിടെ ഉണ്ടോ? ഇല്ല, അത് മെഷീനറിത്താണ്. ക്യാഷ് രണ്ട് സൈഡും എന്താണ്? തുല്യമാണ്, കുഴപ്പമില്ല. ഇവിടെയും ക്രെഡിറ്റിലാണ് ക്യാഷ്, ഇവിടെയും ക്രെഡിറ്റിലാണ് ക്യാഷ്. അപ്പോൾ ക്യാഷ് തൊടണ്ട. പിന്നെ ഈ രണ്ട് സാധനം മാത്രം എന്താക്കിയാൽ മതി? നമ്മൾ മാറ്റി കൊടുത്താൽ മതി. ഇവിടെ വേജസ് ആണ് ഡെബിറ്റ് ആയത്. ശരിക്കും വേജസ് അല്ല അവിടെ വേണ്ടത്, പിന്നെ മെഷീനറിയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്താക്കിയാൽ മതി? ഇവിടെ അനാവശ്യമായിട്ട് വേജസ് എന്തായിട്ടുണ്ട്? ഡെബിറ്റ് ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പം ആ ഡെബിറ്റ് ഭാഗത്ത് വന്ന സാധനത്തെ ഒഴിവാക്കാൻ എന്ത് ചെയ്താൽ മതി? അത് ക്രെഡിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ടു വേജസ് അക്കൗണ്ട്. ഇനി എന്തിവിടെ കയറി വരണം? മെഷീനറി ഇങ്ങോട്ട് കയറി വരും വേണം. മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു വേജസ് അക്കൗണ്ട്. അത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഇത് ഫസ്റ്റിലൊന്നും ചെറിയ പിടുത്തം കിട്ടില്ല കേട്ടോ. ഒരു 3-4 കണക്കങ്ങ് ചെയ്യുമ്പോൾ എന്താവും വിഷയങ്ങളൊന്നും കൂടെ ക്ലിയർ ആവും. ഓക്കെ, അടുത്ത നോക്കുക. റെൻറ്റ് പെയ്ഡ് 2,000 വാസ് ഫുള്ളി ഒമിറ്റഡ് റെക്കോർഡ്. റെൻറ്റ് 2,000 2,000 റെൻറ്റ് അടിച്ചാൽ എന്തായാലും രേഖപ്പെടുത്തിയിട്ടല്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി? അത് രേഖപ്പെടുത്തിയാൽ മതി. അത്രയേ ഉള്ളൂ. അപ്പോൾ റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, അത്രയേ ഉള്ളൂ. റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അവിടെ വേറെ ഒന്നും ആലോചിക്കാനില്ല. രേഖപ്പെടുത്തിയില്ല എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അതങ്ങോട്ട് രേഖപ്പെടുത്തി കൊടുത്താൽ മതി. അടുത്തത് സാലറി പെയ്ഡ് ടു രാജു. രാജുവിന് എന്താക്കി? 4,000 സാലറി കൊടുത്ത്. അത് ഓൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ് എന്താക്കിയത്? ഡെബിറ്റഡ് ടു ഹിസ് പേഴ്സണൽ അക്കൗണ്ട്. ഡെബിറ്റഡ് എന്ന് പറഞ്ഞാൽ മേലെ ഇതെന്നല്ലേ? അപ്പം ഇവിടെ ഒരു എഴുതിയ എങ്ങനെയാണ്? രാജു അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇതാണ് ഡെബിറ്റഡ് എന്ന് പറഞ്ഞത്. ഇങ്ങനെയാണ് അവർ എഴുതിയിട്ടുള്ളത്. ഇത് റോങ് ആണ്. കറക്റ്റ് എങ്ങനെയാണെന്ന് അറിയോ? സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് വരിക. പക്ഷേ ഓല് എഴുതിയ എങ്ങനെയാണ്? ഇവിടെ രാജു എന്ന് പറഞ്ഞത് അനാവശ്യമായിട്ട് ഇവിടെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ രാജു നമ്മളെന്താവും? അസറ്റായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതൊന്ന് ക്ലിയർ ആക്കണം. ഇവിടെ രാജു എന്നുള്ളത് ഡെബിറ്റ് ആയിട്ടല്ലേ? അതിനെ നമ്മൾ ഒഴിവാക്കണം. എന്താ ചെയ്യേണ്ടത്? അത് ക്രെഡിറ്റ് ഭാഗത്ത് എഴുതിയാൽ മതി, ടു രാജു. ഇനി സാലറി അല്ലേ ഇവിടെ ഡെബിറ്റ് ഭാഗത്ത് എപ്പോഴും വരേണ്ടത്? അവിടെ എഴുതിയിട്ടില്ലല്ലോ. അപ്പോൾ എന്താക്കിയാൽ മതി? ഇവിടെ സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു രാജു. ഓക്കെ, ക്യാഷ് ഇവിടെ ഓൾറെഡി ക്രെഡിറ്റിലുണ്ട്. അത് ശരിയിലും അങ്ങനെ തന്നെ എന്താണ്? ക്യാഷ് അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പം അതങ്ങനെയാണ് വരിക. ഇനി അടുത്തത് നോക്കാം. പ്രിപ്പയർ എ ട്രയൽ ബാലൻസ് ഫ്രം ദ ഫോളോയിങ്. ട്രയൽ ബാലൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ട്രയൽ ബാലൻസ് ഉണ്ടാക്കുമ്പോൾ നോക്ക്, നമ്മൾ പറഞ്ഞു എന്താ എങ്ങനെയാണ് പറഞ്ഞത്? ഡെബിറ്റ് ക്രെഡിറ്റ്. ഇവിടെ നമ്മൾ അസറ്റ് പ്ലസ് എക്സ്പെൻസ്, ഇവിടെ ഇൻകം പ്ലസ് ലയബിലിറ്റീസ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതെ, അസറ്റാണ്, 85,000. ബാഡപ്റ്റ് എക്സ്പെൻസാണ് 5,000. അടുത്ത ക്യാപിറ്റൽ ലയബിലിറ്റിയാണ് 60,000. അടുത്ത ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അസറ്റാണ് 20,000. അടുത്ത സെയിൽസ് 52,000, അത് എന്താണ്? ഇൻകാണ്. അടുത്തത് റിട്ടേൺ ഇൻവാർഡ് 2,000. ഈ റിട്ടേൺ ഇൻവാർഡും റിട്ടേൺ ഔട്ട്വാർഡ് എന്താണെന്ന് മനസ്സിലാക്കുക. റിട്ടേൺ എന്ന് പറഞ്ഞാൽ തിരികെ, അതൊക്കെ. ഈ ഇൻവാർഡ് ഔട്ട്വാർഡ്. ഇൻവാർഡ് എന്ന് പറഞ്ഞാൽ അകത്തോട്ട് നിന്നാണ്. അപ്പോൾ നമ്മൾ കൊടുത്ത സാധനമാണ് നമ്മളകത്തോട്ട് തിരിച്ചു വരിക. അപ്പോൾ അതെന്താണ്? സെയിൽസ് റിട്ടേൺ. നമ്മൾ കൊടുക്കുന്ന സാധനം സെയിൽസ് എന്നല്ലേ പറയാം. അപ്പോൾ അത് തിരിച്ചു വരുമ്പോൾ എന്താണ്? സെയിൽസ് റിട്ടേൺ ആണ് നമ്മൾ എന്തെന്ന് പറയാം? റിട്ടേൺ ഇൻവാർഡ് എന്ന് പറയാം.
ഓക്കെ. സെയിൽസിൻ്റെ ഓപ്പോസിറ്റിലാണ് എന്തുണ്ടാകുക, സെയിൽസ് റിട്ടേൺ ഉണ്ടാകുക. അപ്പോൾ സെയിൽസ് 52,000 ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇത് ക്രെഡിറ്റിലായതുകൊണ്ട് 2,000 എവിടെ ഉണ്ടാകുക, ഡെബിറ്റിലാണ് ഉണ്ടാവുക. ഓക്കെ, ഇത്ര സാധനങ്ങളേ ഉള്ളൂ. ഇനി നമ്മളൊന്നും ഇങ്ങനെ കൂട്ടി നോക്കുക. ഓക്കെ, 60,000 പ്ലസ് 52,000. അപ്പം ഇവിടെ 12,000. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. 85,000 പ്ലസ് 5,000 പ്ലസ് 20,000 പ്ലസ് 2,000, 1,12,000 തുല്യല്ലേ? അപ്പോൾ എന്താക്കിയാൽ മതി, നിങ്ങൾ അസറ്റ്, എക്സ്പെൻസ്, ഇൻകം, ലയബിലിറ്റി എന്നുള്ള ട്രിക്ക് ഉപയോഗിച്ചായിട്ട് എന്താക്കിയാൽ മതി, ചെയ്താൽ മതി. അത്രേ ആവശ്യമുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. പാസ് റെക്ടിഫിക്കേഷൻ എൻട്രീസ്. റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നന്നാക്കി എഴുതുക കേട്ടോ. റെക്ടിഫൈ ദ എറർ എന്നൊക്കെ പറയില്ലേ, തെറ്റ് തിരുത്തുക എന്നൊക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നോക്കാം. ഇവിടെ നിങ്ങൾ ഇവിടെ പഠിക്കേണ്ട വേറെ സാധനമാണ് ഈ അണ്ടർ ക്യാസ്റ്റും പിന്നെ അതുപോലെ തന്നെ ഓവർ ക്യാസ്റ്റ് എന്ന് പറഞ്ഞ സാധനം. അതെന്തായാലും എന്തായിരിക്കണം, പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ എന്തായാലും എന്താവും, ആ സാധനം വരും കേട്ടോ. ഓക്കെ, നോക്കാം. പർച്ചേസ് ബുക്ക് അണ്ടർ കാസ്റ്റ് ബൈ RS 1,800. പർച്ചേസ് ബുക്കിൽ 1,800 റുപ്യ കുറച്ച് എഴുതി എന്നാണ് പറഞ്ഞത്. അപ്പം ഇനി എന്താ ചെയ്യേണ്ടത്? അത്രയും കൂടെ എന്താക്കണം, കൂട്ടി എഴുതണം. 1,800 കൂട്ടി എഴുതണം. പർച്ചേസ് ചെയ്ത് ഭാഗത്തുണ്ടായാലും ഡെബിറ്റ് ഭാഗത്തുണ്ടായാലും അപ്പോൾ അതവിടെ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അടിയിൽ എന്താ കൊടുക്കേണ്ടതെന്ന് അറിയോ, സസ്പെൻസ് എന്നാണ് കൊടുക്കേണ്ടത്. അത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇതിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ പറയുകയാണ്, സെയിൽസ് ബുക്ക് അണ്ടർ കാസ്റ്റ് വൈ എന്ന് പറഞ്ഞത്. സെയിൽസ് ബുക്കിൽ കുറച്ച് എഴുതി. അപ്പോൾ സെയിൽസ് ബുക്ക് കൂട്ടാൻ എന്താ ചെയ്യേണ്ടത്, സെയിൽസ് ഒന്നും കൂടെ എഴുതണം. സെയിൽസ് ഏത് ഭാഗത്താണ് വരല്, ക്രെഡിറ്റ് ഭാഗത്ത്. അപ്പോൾ എന്താക്കിയാൽ മതി, നിങ്ങൾ ടു സെയിൽസ് 1,800 എഴുതുക, ഇവിടെ സസ്പെൻസ് അക്കൗണ്ട്. സിമ്പിളല്ലേ? ഓക്കെ, അടുത്തത് റെൻറ്റ് പെയ്ഡ് ടു ലാൻഡ് ലോഡ്. റെൻറ്റ് പെയ്ഡ് ടു ലാൻഡ് ലോഡ് അച്ഛാ, ലാൻഡ് ലോഡ് ഭൂവുടമക്ക് എന്താക്കി, റെൻറ്റ് കൊടുത്തു. 4,000 കൊടുത്തത്. പക്ഷേ അത് മൂപ്പരെ അക്കൗണ്ടിന് എന്താക്കി, അത് ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ശരിക്കും നമ്മൾ റെൻ്റ് അടക്കുന്ന സമയത്ത് എങ്ങനെയാണ് വരിക എന്നറിയോ, റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഇങ്ങനെയാണ് വരിക. പക്ഷേ ഇവിടെ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്, ലാൻഡ് ലോഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിവിടെ അനാവശ്യമായിട്ട് കയറി വന്നാണ്. ഇവിടെ തെറ്റ് രണ്ടാമത്തെ തെറ്റ്. ലാൻഡ് ലോഡ് അക്കൗണ്ട് അനാവശ്യമായിട്ട് ഡെബിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെന്താക്കണം, ക്രെഡിറ്റ് ആക്കണം. അപ്പം ടു ലാൻഡ് ലോഡ് അക്കൗണ്ട്. ഇനി ഇവിടെ ഡെബിറ്റ് ഭാഗത്ത് വരുന്ന സാധനം ഏതാ, റെൻ്റ് അക്കൗണ്ട്. അപ്പോൾ റെൻ്റ് അക്കൗണ്ട് അപ്പ് ടു ലാൻഡ് ലോഡ് അക്കൗണ്ട്. ഓക്കെ, കുറേ ചെയ്യുമ്പം അത് ക്ലിയർ ആവും കേട്ടോ. അടുത്ത ചോദ്യം. വേജസ് പെയ്ഡ് ഫോർ ഇൻസ്റ്റലേഷൻ ഓഫ് മെഷീനറി RS 3,000 ഡെബിറ്റഡ് ടു വേജസ് അക്കൗണ്ട്. അപ്പോൾ ഇവർ ചെയ്തത് ഇങ്ങനെയാണ്, വേജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും അങ്ങനെയല്ല വേണ്ടത്. കാരണം ഇവിടെ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യാൻ 3,000 കൊടുത്താണ്. അപ്പം അത് മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് വേണ്ടത്. അപ്പോൾ ഇതിവിടെ അനാവശ്യമായിട്ട് വേജസ് വന്നു. അപ്പോൾ എന്താക്കണം, വേജസിനെ ക്രെഡിറ്റ് ചെയ്യണം. മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു വേജസ് അക്കൗണ്ട്. ഓക്കെ, ഇനി ക്യാഷ് റിസീവ്ഡ് ഫ്രം സാലിനി RS 2,000 വാസ് സാജിനി പോലെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും മാറിപ്പോട്ടും. സാലിൻ്റെ നിന്ന് ക്യാഷ് സ്വീകരിച്ചത് സാജിനിൻ്റെ അക്കൗണ്ടിലേക്കാണ് എന്ത് ചെയ്തത്, ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ നോക്കട്ടോ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് കിട്ടിയത് ആരാ, സാലിനിൻ്റെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. സാലിനിൻ്റെ നിന്ന് കിട്ടി ഇങ്ങനെയാണ് വേണ്ടത്. പക്ഷേ ഓല് എഴുതിയ ഇങ്ങനെയാണ്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സാജിനി ഇങ്ങനെയാണ് ഓല് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിനിപ്പോൾ എന്താ ചെയ്യുക, സാജിനി എന്നുള്ള എന്താക്കിയിട്ടുണ്ട്, ഇവിടെ വെറുതെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെന്താക്കണം, ഡെബിറ്റ് ആക്കണം. അപ്പോൾ സാജിനി അക്കൗണ്ട് ഡെപ്റ്റർ ടു, ഇവിടെ സാലിനി എന്താക്കണം, ക്രെഡിറ്റ് ഭാഗത്ത് വരണം. അത് വന്നിട്ടുമില്ല. അപ്പോൾ ഇവിടെ സാലിനി, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. ക്രെഡിറ്റ് പർച്ചേസ്ഡ് ഫ്രം അബു.
അബുവിൻ്റെ നിന്ന് എന്താക്കി കടത്തിന് സാധനം വാങ്ങി, അത് രേഖപ്പെടുത്തിയിട്ടില്ല, അതങ്ങ് രേഖപ്പെടുത്തിയാൽ മതി, അത്രയേ ഉള്ളൂ. പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു അബു, നേരെ രേഖപ്പെടുത്തിയ പ്രശ്നം കഴിഞ്ഞ്. ഓക്കെ. അടുത്തത് പർച്ചേസ് ഡേ ബുക്ക് ഓവർ കാസ്റ്റ് ബൈ RS 500. ഉണ്ടോ, നേരത്തെ അണ്ടർ കാസ്റ്റാണ് പറയുന്നത്, ഇപ്പോൾ ഓവർ കാസ്റ്റ് അധികം എഴുതിപ്പോയി എന്നാണ് പറഞ്ഞത്. അപ്പം പർച്ചേസ് ബുക്കിൽ അധികം എഴുതിപ്പോയാൽ എന്താ ചെയ്യുക? പർച്ചേസ് ബുക്കിൽ കുറച്ച് എഴുതണം. അതിനെന്താ വഴി? എന്താ പർച്ചേസ് ബുക്ക് കുറച്ച് എഴുതാൻ? പർച്ചേസ് ബുക്ക് കൂട്ടി എഴുതൽ എവിടെയാണ്? ഡെബിറ്റ് ഭാഗത്താണ്. അപ്പോൾ പർച്ചേസ് ബുക്ക് കുറച്ച് എഴുതൽ എവിടെയായിരിക്കും? ക്രെഡിറ്റ് ഭാഗത്ത് എഴുതിയാൽ മതി. അപ്പോൾ ടു പർച്ചേസ് ബുക്ക് ഇതാണ് കുറച്ച് എഴുതുക എന്ന് പറഞ്ഞത്. ഇവിടെ 500 മേലെ സസ്പെൻസ് അക്കൗണ്ട് നീതി കൊടുത്താൽ മതി. ഓക്കെ. അടുത്ത റെൻറ്റ് പേട്ട് ലാൻഡ് ലോഡ് അല്ലല്ലോ, ഇനി നമ്മൾ നോക്കട്ടെ. ഇനി നമ്മൾ പിന്നെ പുതിയ മോഡൽ വരികയാണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ നമ്മൾ അറ്റൻഡ് ചെയ്യുള്ളൂ കേട്ടോ, അല്ലാത്തൊക്കെ നമ്മൾ സ്കിപ്പ് അടിച്ച് വിടും. നോക്കുക, സാലറി പേട്ട് മിസ്റ്റർ കുമാർ ഈസ്, അത് നമ്മൾ ചെയ്തു. കുമാറിന് പിന്നെ സാലറി കൊടുത്തത് മൂപ്പരെ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ് ചെയ്തത്, അത് നമ്മൾ പറഞ്ഞു. ഗീതൻ്റെ നിന്ന് സാധനം വാങ്ങിയത് എഴുതാൻ വിട്ടുപോയി എന്നാണ് പറഞ്ഞത്. എഴുതാൻ വിട്ടുപോകുമ്പോൾ എന്താക്കിയാൽ മതി, അതങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. അടുത്തത് ഫർണിച്ചർ സെയിൽ ചെയ്തത് രേഖപ്പെടുത്തിയത് ഏതിലാണ്? സെയിൽസ് അക്കൗണ്ടിലാണ്. അതായത് ഇങ്ങനെ വേണ്ടത് ഇങ്ങനെയാണ്, ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ഫർണിച്ചർ, ഇങ്ങനെയാണ് വേണ്ടത്. പക്ഷേ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്, ഇങ്ങനെ രേഖപ്പെടുത്തിയത്. ഓക്കെ. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഇവിടെ അനാവശ്യമായിട്ട് സെയിൽസ് ക്രെഡിറ്റ് ഭാഗത്ത് വന്നിട്ടുണ്ട്, അപ്പോൾ അത് ഒഴിവാക്കാൻ എന്താക്കണം? സെയിൽസ് ഡെബിറ്റ് ഭാഗത്ത് എഴുതണം. സെയിൽസ് അക്കൗണ്ട് അപ്റ്റർ ടു ഫർണിച്ചർ. സിമ്പിളാണ് കേട്ടോ. ഇനി അടുത്ത് ഗിവ് റെക്ടിഫിക്കേഷൻ എൻട്രി, ഇതും അങ്ങനെ തന്നെയാണ്. സാലറി പേയ്ഡ് രാമു 5000 ഡെബിറ്റ് ഈസ് പേഴ്സണൽ അക്കൗണ്ട്, വേണ്ട, നമ്മളിപ്പോൾ ചെയ്ത രൂപത്തിൽ തന്നെയാണ്. അടുത്തത് രാജൻ കൊടുത്തത് ക്രെഡിറ്റ് സെയിൽസ് ടു രാജൻ, അതായത് രാജന് കച്ചവടം ചെയ്തത് സെയിൽസ് ബുക്കിൽ രേഖപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. രാജന് കച്ചവടം ചെയ്ത് കടത്തിനാണ്. ഓക്കെ, അത് സെയിൽസ് ബുക്കിലാണ് എന്താക്കിയിട്ടുള്ളത്. ക്രെഡിറ്റ് സെയിൽസ് ടു രാജൻ RS 10,000 വാസ് റെക്കോർഡഡ് RS 10,000 ഇൻ സെയിൽസ് ബുക്ക്. ഒറ്റ മിനിറ്റ് കേട്ടോ. നോക്കാം എവിടെയാണ് നമ്മളെ സാധനം നോക്കാം. ക്രെഡിറ്റ് സെയിൽസ് ടു സാജന് കൊടുത്തത് 10,000 കൊടുത്തുള്ളത് 1000 മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം എന്താക്കണം? ബാക്കി 9,000 കൂടെ എന്താക്കണം? അവിടെ രേഖപ്പെടുത്തണം. അപ്പം ഇങ്ങനെ ഉണ്ടാവുക, സാജൻ അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ് അങ്ങനെയുള്ളത്. അപ്പോൾ ഇവിടെ 10,000 എന്നാണ് ശരിക്കും എന്താക്കേണ്ടത്? ചേർക്കേണ്ടത്. 10,000 ചേർക്കേണ്ട കൊടുത്ത് 1000 ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതേമാതിരി ഒരു ജേണൽ എൻട്രിയും കൂടി ചെയ്ത് അങ്ങോട്ട് എന്താക്കുക? 9,000 അവിടെ എഴുതി കൊടുക്കുക. ഓക്കെ. പാസ് റെക്ടിഫിക്കേഷൻ എൻട്രീസ് ഫോർ ദ ഫോളോയിങ് എറേഴ്സ് ഫൗണ്ട് ഇൻ ദ അക്കൗണ്ട്. ഓക്കെ, അതും റെക്ടിഫിക്കേഷൻ എഴുതാനാണ്. സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ ഓൺ ക്രെഡിറ്റ് RS 4,000 വാസ് റെക്കോർഡ് ഇൻ സെയിൽസ് ബുക്ക്. ഇപ്പോൾ പറഞ്ഞ അതേമാതിരി ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ഓൾഡ് ഫർണിച്ചർ ആകുമ്പോൾ ഫിക്സഡ് അസറ്റാണ്. ഓക്കെ, അത് സെയിൽസ് ബുക്കിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. പിന്നെ ക്രെഡിറ്റ് പർച്ചേസ് ഫോർ 80,000 റുപ്യ ഗോപാലിൻ്റെ നിന്ന് വാങ്ങിയത് അത് ഗോപിൻ്റെയിലാണ് എന്താക്കിയിട്ടുള്ളത്? രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്യട്ടോ. ഇത് നമ്മൾ പറഞ്ഞ മോഡലിന് തന്നെയാണ്, അതുകൊണ്ട് എന്താകുന്നില്ല, നമ്മൾ ഇതിലേക്ക് പോകുന്നില്ല. ഇനി ഇവിടെ ഓവർ കാസ്റ്റാണ്. ഓവർ കാസ്റ്റ് ആകുമ്പോൾ എന്താക്കിയാൽ മതി? ഇപ്പോൾ അതങ്ങനെ ഉണ്ടാകുക. സെയിൽസ് റിട്ടേൺ അല്ലേ? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു നോക്കാം. സെയിൽസ് റിട്ടേൺ ഓവർ കാഷ്. സെയിൽസ് റിട്ടേൺ അധികം എഴുതി പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ സെയിൽസ് റിട്ടേൺ ഏത് ഭാഗത്താണ് സാധാരണഗതിയിൽ ഉണ്ടാവൽ? സെയിൽസ് റിട്ടേൺ സാധാരണഗതിയിൽ ഉണ്ടാവൽ ക്രെഡിറ്റ് ഭാഗത്താണോ ഡെബിറ്റ് ഭാഗത്താണോ? ഡെബിറ്റ് ഭാഗത്താണ് ഉണ്ടാകുക. ഓവർ കാസ്റ്റ് എന്നല്ലേ? സെയിൽസ് ക്രെഡിറ്റ് ആണ്, അപ്പോൾ സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ഭാഗത്താണ് ഉണ്ടാകുക. ഓവർ കാസ്റ്റ് അധികം എഴുതി പോയി എന്നല്ല പറഞ്ഞത്. അധികം എഴുതി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറക്കാൻ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് എഴുതിയാൽ മതി.
അപ്പം ഡെബിറ്റ് ഭാഗത്ത് എഴുതിയാൽ അത് കൂടും, ക്രെഡിറ്റ് ഭാഗത്ത് എഴുതിയാൽ എന്താവും, അത് കുറയും. അപ്പം ടു സെയിൽസ് റിട്ടേൺ. ഓക്കെ, ഇവിടെ നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് എന്ന് രേഖപ്പെടുത്തിയാൽ മതി. ഇനി നമ്മൾ എന്താകുന്നില്ല എന്നോ റെക്ടിഫിക്കേഷൻ നമ്മൾ ഓവർ ചെയ്യുന്നില്ല. ഇനി നമ്മൾ എന്താക്കുകയാണ്, വേഗം ഒരു 2 ട്രയൽ ബാലൻസും കൂടെ ചെയ്തിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് നീങ്ങും കേട്ടോ. നോക്കുക, ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡ് എന്താണ്, ഏത് ഭാഗത്തുണ്ടാകുക? ക്യാഷ് ഇൻ ഹാൻഡ് ഡെബിറ്റ് ഭാഗത്തുണ്ടാവും, പർച്ചേസ് ഡെബിറ്റ് ഭാഗത്തുണ്ടാവും, ക്യാപിറ്റൽ ക്രെഡിറ്റ് ഭാഗത്തുണ്ടാവും, മെഷീനറി ഡെബിറ്റ് ഭാഗത്തുണ്ടാവും, സെയിൽസ് ക്രെഡിറ്റ് ഭാഗത്തുണ്ടാവും, ഇൻവെസ്റ്റ്മെൻറ്റ് ഡെബിറ്റ് ഭാഗത്തുണ്ടാവും, സ്റ്റോക്ക് ഇൻ ട്രേഡ് ഡെബിറ്റ് ഭാഗത്തുണ്ടാവും, ഫർണിച്ചർ ഡെബിറ്റ് ഭാഗത്തുണ്ടാവും, റെൻറ്റ് റിസീവ്ഡ് ക്രെഡിറ്റ് ഭാഗത്തുണ്ടാവും, ബാങ്ക് ലോണും ക്രെഡിറ്റ് ഭാഗത്തുണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവുക. നമ്മൾ ഈ അസറ്റ് എക്സ്പെൻസ് ആ ഒരു ഇത് മാത്രം വെച്ചിട്ടാണ് നമ്മൾ എന്താക്കുന്നത് ഇവിടെ നോക്കിയത് കേട്ടോ. ഇനി നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് കൂട്ടി വെക്കുക. 25,000 പ്ലസ് 80,000 പ്ലസ് 35,000 പ്ലസ് 50, 30, 20, 1,00,000 പ്ലസ് അത്ര തന്നെ ഉള്ളൂ 2,40,000. ഇതാണ് ഇവിടെ വരുന്നത്. ഇനി നമ്മളിതിൻ്റെ ക്രെഡിറ്റ് ഭാഗത്തും നോക്കാം. ക്രെഡിറ്റ് ഭാഗത്ത് ഒന്ന് 60,000 പ്ലസ് പിന്നൊന്ന് 70,000 പ്ലസ് പിന്നൊന്ന് 5,000, 45,000, 50,000, 1,80,000. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ക്രെഡിറ്റ് ഭാഗത്ത് 1,80,000, ഡെബിറ്റ് ഭാഗത്ത് 2,40,000 ഉള്ളത്. അപ്പോൾ അവിടെ 60,000 റുപ്യേൻ്റെ എന്തുണ്ട്, കുറവ് അവിടെ കാണുന്നുണ്ട്. 60,000 റുപ്യ ക്രെഡിറ്റ് ഭാഗത്ത് കുറവാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ, സസ്പെൻസ് അക്കൗണ്ട് എന്ന് എഴുതുക. എന്നിട്ട് ക്രെഡിറ്റ് ഭാഗത്ത് എന്താക്കുക, 60,000 ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 സൈഡ് എന്താവും, തുല്യമാവും. ഓക്കെ, ഇനി മൊത്തം അങ്ങനത്തെ കണക്കുകൾ തന്നെ വരുന്നുള്ളൂ. ട്രയൽ ബാലൻസ് ഉണ്ടാക്കാനുള്ള കണക്കുകളാണ്. നമ്മൾ ഒരു ട്രയൽ ബാലൻസും കൂടെ എന്താക്കാം, നമുക്ക് ഉണ്ടാക്കാം. നോക്കട്ടോ, പർച്ചേസ് ഏത് ഭാഗത്താണ്, ഡെബിറ്റ് ഭാഗത്ത്, കാരണം എക്സ്പെൻസ്. സെയിൽസ് റിട്ടേൺ, സെയിൽസ് ക്രെഡിറ്റ് ഭാഗത്താണെങ്കിൽ സെയിൽസ് റിട്ടേൺ എവിടെ ആയിരിക്കും, ഡെബിറ്റ് ഭാഗത്തായിരിക്കും. സൺട്രി ഡെബിറ്റേഴ്സ് അസറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് ഭാഗത്ത്. സെയിൽസ് ക്രെഡിറ്റ് ഭാഗത്ത്, ക്യാപിറ്റൽ ക്രെഡിറ്റ് ഭാഗത്ത്. ഇൻഷുറൻസ് പ്രീമിയം എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് ഡെബിറ്റ് ഭാഗത്ത്. സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്, അതുകൊണ്ട് ക്രെഡിറ്റ് ഭാഗത്ത്. ക്യാഷ് ഇൻ ഹാൻഡ് ഡെബിറ്റ് ഭാഗത്ത്, മെഷീനറി ഡെബിറ്റ് ഭാഗത്ത്, ഫർണിച്ചർ ഡെബിറ്റ് ഭാഗത്ത്. നോക്കാം, 60,000 പ്ലസ് 30,000 പ്ലസ് 3,000 അല്ലേ, 1000 പ്ലസ് 24,500 പ്ലസ് 5,600 പ്ലസ് 19,000 പ്ലസ് 75,000 പ്ലസ് 17,000 സമം അങ്ങനെ കാണുന്നത്. നോക്കട്ടോ, നിങ്ങളൊന്ന് കൂട്ടി നോക്കണേ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്താക്കണമെന്നോ അതിന് കണ്ടെത്തണം കേട്ടോ. ഇനി നമ്മൾ ക്രെഡിറ്റ് ഭാഗത്തുള്ളത് 1,89,400 പ്ലസ് പിന്നെ 1,00,000, 10,000 ലക്ഷം പ്ലസ് പിന്നെ 14,700. അതും എന്താണ്, അപ്പോൾ 2 സൈഡും എന്താണ്, തുല്യമാണ് കേട്ടോ. 2 സൈഡും തുല്യമാണ്, കുഴപ്പമില്ല. ഇനി തുല്യം അല്ലെങ്കിൽ മാത്രം എന്താക്കിയാൽ മതി, നിങ്ങൾ അവിടെ സസ്പെൻസ് എന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഏറെക്കുറെ ഈ ചാപ്റ്ററിലുള്ള വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യനും എന്താക്കിയിട്ടുണ്ട്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.